Wish you happy Christmas. Hi everyone, this is Chef Joshi. Welcome back to Samsaram TV. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂലി ലോഗ്. അതൊരു ഫ്രാൻസ് കേക്കാണ്. എസ്പെഷ്യലി ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ കേക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കുട്ടികൾ റെഡി? ഓക്കെ, ദിസ് മൈ ക്രൂ. ഇവരാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ന് ആ കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ മെയിൻ ബേസ് എന്ന് വെച്ചാൽ ഇതിനൊരു ചോക്ലേറ്റ് സ്പോഞ്ചാണ്. ഓക്കെ, അപ്പോൾ ചോക്ലേറ്റ് സ്പോഞ്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇവിടെ ഞാൻ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. നാല് മുട്ട അപ്രോക്സിമേറ്റ്ലി 200 ഗ്രാമാണത്. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് 90 ഗ്രാം പഞ്ചസാര. എഗ്ഗ് ഒന്ന് പതുക്കെ ബീറ്റായിട്ടുണ്ട്. ഇതിനകത്തേക്ക് 90 ഗ്രാം പഞ്ചസാര ഉണ്ട്. അതിനകത്ത് പഞ്ചസാരയിൽ നിന്ന് ഒരു 3 പ്രാവശ്യമായിട്ട് ഇടുക. ആദ്യത്തെ ഒരു 30 ഗ്രാം അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, പഞ്ചസാര രണ്ടാമത് അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ പഞ്ചസാര നമ്മൾ ഇട്ടു. ഫോർ ആഡിങ് ഫ്ലേവറിംഗ് ഏജൻറ്റ് വനില എസൻസ് ഒരു 5 ml ഒഴിക്കാം. അടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത് 10 ഗ്രാം കൊക്കോ പൗഡറാണ്. അടുത്തത് ഈ കേക്കിലേക്ക് വേണ്ടത് 80 ഗ്രാം റിഫൈനഡ് ഫ്ലോർ മൈദ. അതൊക്കെ ഇങ്ങനെ കൊട്ടി കൊടുക്കുക. ഓക്കെ, സീവ് ചെയ്യുക. ട്രേ ഒന്ന് ഗ്രീസ് ചെയ്യുക. കണ്ടോ, ഇത്ര ബട്ടർ എടുത്തിട്ട് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തു. ഓക്കെ, ആ പാർച്ചമെൻറ്റ് ഷീറ്റും ഒന്ന് ഗ്രീസ് ചെയ്തേക്കാം. ടാപ്പ് ചെയ്യണം കേട്ടോ, ജസ്റ്റ് 1 2 3. ഓക്കെ, ഓക്കെ. സോ കേക്ക് റെഡിയായി. ഈ കേക്ക് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഡീമോൾഡ് ചെയ്യാൻ പോകണം. അത് ബിഫോർ ഡീമോൾഡിങ് ഓക്കെ പൗഡേഡ് ഷുഗർ. ഷുഗറിന് ഐസിങ് ഷുഗർ അല്ലെങ്കിൽ പൗഡേഡ് ഷുഗർ എടുക്കാം. ഫോർ ഫോൾഡിങ് ദിസ് ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വിപ്പിംഗ് ക്രീമാണ്, അതിന് ബീറ്റ് ചെയ്തെടുക്കാൻ പോകണം. ഓക്കെ, നമ്മൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ വിപ്പ് ചെയ്തിരിക്കുന്ന ക്രീം ഫില്ല് ചെയ്യാം. സോ ഇനി നമുക്ക് ഇതിനെ റെഫ്രിജറേറ്ററിൽ വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാം. ഇങ്ങനെ മൈക്രോയിൽ ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ് മതിയാവും, മെൽട്ടായി കിട്ടും. ഓക്കെ, മൈക്രോയിൽ ചെയ്യാം. മൈക്രോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഓക്കെ, ഇനി ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട്, അത് വേണമെങ്കിൽ ഇടാം.
അതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ടത് 100 ml ഫ്രഷ് ക്രീം. ഇവിടെ എനിക്ക് 100 ഗ്രാം ഓക്കെ അൺസോൾട്ടഡ് ബട്ടറാണ്. എന്നിട്ട് ഈ നമ്മുടെ ക്രീമും ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്യുക. This will go in the refrigerator. നേരത്തെ വെച്ചിരുന്ന ചോക്ലേറ്റ് സോസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗണാഷ് റെഡി ഉണ്ട്. അതിനെ ഒന്നുകൂടി വിപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. കേക്ക് ഈസ് റെഡി. അതിൻ്റെ ഫ്രോസ്റ്റിങ് അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഗാർണിഷിന് ഇവരിവിടെ ഫോണ്ടൻ്റ് വെച്ച് മഷ്റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേ മാത്രം മതി. ഓക്കെ, നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഒരു ഇവിടെ ഡിസ്പ്ലേയിലേക്ക് കൊടുക്കാം. Now take a fork. യെസ്, അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ വിഭവമായ യു ലോഗ് റെഡിയാണ്. ഇത് തന്നെ ഉണ്ടാക്കാൻ സഹായിച്ച എൻ്റെ ക്രൂ, എൻ്റെ ടീം മെമ്പേഴ്സ് അദിത് കെ ദാസ്, രേഷ്മിത ആൻഡ് ജോമി, ഇവരെ കൂടി ചേർന്നിട്ടാണ് ഈ യു ലോഗ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. കാരണം ഞാൻ നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഒരു സ്പഞ്ച് ഉണ്ടാക്കിയിട്ട്, ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് അതിനെ റോൾ ചെയ്ത്, അതിനെ റുലാതെന്ന് പറയും, അതിൻ്റെ ഉള്ളിൽ സ്റ്റഫിങ് എല്ലാം ഫില്ലിംഗ് ഒക്കെ വെച്ചു റോൾ ചെയ്ത് നമ്മൾ റെഫ്രിജറേറ്ററിൽ വെച്ചതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ മേളിൽ നമ്മൾ അതിൻ്റെ ഫ്രോസ്റ്റിംഗ് ചെയ്തത്, ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഫ്രോസ്റ്റിംഗ് ചെയ്തത്. ഇന്ന് ഇവിടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കാവ്യയാണ്. കാവ്യ ഇമ്യൂട്സയുടെ പഴയ സ്റ്റുഡൻ്റാണ്. ഓക്കെ, അപ്പോൾ കാവ്യനെ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ പ്രോഗ്രാം കാണാനും അതുപോലെ തന്നെ ഞങ്ങളുടെ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാനും. കാവ്യ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളോട് അറിയിക്കൂ. ഗുഡ്, ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു കാവ്യ. ഓക്കെ, ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കഴിക്കുന്ന ഫീലിംഗ് ഉണ്ടോ? ഏകദേശം അതുപോലെ ഉണ്ട് അല്ലേ? റൈറ്റ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കാനും ഈ സ്പഞ്ച് ഉപയോഗിക്കാം. ക്രീമൊക്കെ ഏകദേശം അത് തന്നെ, കുറേ കൂടി ചെറിയും കുറച്ച് ഫില്ലിങ്സും എക്സ്ട്രാ വരും. അപ്പോൾ അതാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സംസാരം ടിവിയുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ക്രൂവും നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ലൊരു മെറി ക്രിസ്മസ് നേരുന്നു. ഹാപ്പി ക്രിസ്മസ്.